ഇമ്പോർട്ടഡ് മാർബിൾ പർച്ചേസ് ചെയ്യാനിരിക്കുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മെയിനായിട്ട് പറയാനുള്ളത് ക്വാളിറ്റി. എടുക്കുന്ന മാർബിളിൽ ഫില്ലിംഗ് കൂടുതലില്ല എന്ന് ഉറപ്പുവരുത്തുക, കൂടുതൽ പാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഇന്റീരിയറിന്റെ കളറിനനുസരിച്ചിട്ടുള്ള മാച്ച് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ചില ഇന്റീരിയറിൽ ബീച്ച് കളറായിരിക്കും, ചിലത് ഡാർക്ക് കളറായിരിക്കും. മൂന്നാമത് വേണ്ടത് പ്രൈസ് കമ്പാരിസൺ. ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ 3, 4, 5 ഷോപ്പിൽ പോയിട്ട് ആ മെറ്റീരിയൽ പ്രൈസ് ഇട്ട് കമ്പയർ ചെയ്യണം. പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടി ഉറപ്പുവരുത്തണം. ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രൈസ് കുറയും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയയാണ് മെഷർമെന്റ്. നമ്മൾ ഇന്ത്യൻ മാർബിൾസ് ആയാലും ഗ്രാനൈറ്റ്സ് ആയാലും മെഷർമെന്റ് ചെയ്യുന്നത് ഇഞ്ച് മെഷർമെന്റിലാണ്. അത് ഇമ്പോർട്ടഡ് മാർബിൾ മെഷർമെന്റ് ചെയ്യുമ്പോൾ സെന്റിമീറ്റർ മെഷർമെന്റിലാണ് വരിക. നമ്മളൊരു 14 അല്ലെങ്കിൽ 8-4 സൈസിലുള്ള ഒരു മാർബിൾ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി മെഷർമെന്റ് ചെയ്യുമ്പോൾ 1 സെന്റിമീറ്റർ നീളത്തിലോ വീതിയിൽ കൂട്ടിയാൽ 1000 സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന കസ്റ്റമർക്ക് ലോസ് വരാൻ പോകുന്നത് 12 മുതൽ 15 സ്ക്വയർ ഫീറ്റ് വരെ ലോസാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മെഷർമെന്റിൽ അത്രയും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടേക്കാം.